ഹായ് മക്കളെ, ഇനി ക്രിസ്മസ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളിങ്ങനെ പഠിച്ചു തുടങ്ങുന്നുണ്ട്, നമ്മൾ ലൈവ് തരുന്നുണ്ട്, സാധനങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടാണ് +1 ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻറ്റ്, ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കാണ് ചോദിക്കുക, ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു G-POD +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇസ് മീ നാഫി. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. +1 ഹിസ്റ്ററിയിൽ ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, പരമാവധി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടോട്ടലി നമുക്ക് പഠിക്കാനുള്ളത്, ശ്രദ്ധിക്കണം, ടോട്ടലി നമുക്ക് പഠിക്കാനുള്ളത് എത്ര ചാപ്റ്റേഴ്സാണ്? 7 ചാപ്റ്റേഴ്സാണ്. ക്രിസ്മസ് എക്സാമിന് 7 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്നുള്ള ചാപ്റ്ററിന് 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് ഉള്ള ചാപ്റ്ററിന് 15 മാർക്കാണ് ക്വസ്റ്റ്യൻസ് വരിക. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ഉള്ള ചാപ്റ്ററിന് 8 മാർക്കാണ് ക്വസ്റ്റ്യൻ വരിക. അടുത്ത നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൾച്ചറൽ ഫോർമേഷൻ ഇൻ ദി മിഡിൽ ഏജസ് എന്നുള്ള ചാപ്റ്ററിന് 15 മാർക്കാണ് ക്വസ്റ്റ്യൻ തരിക. നൊമാഡിക് എംപയർ എന്നുള്ള 5ാമത്തെ ചാപ്റ്ററിന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. 3 ഓർഡേഴ്സ് എന്നുള്ള 6ാമത്തെ ചാപ്റ്ററിന് 12 മാർക്ക്. ചേഞ്ച് കൾച്ചറൽ എഡീഷൻ എന്ന് പറഞ്ഞാൽ 12 മാർക്ക്. അപ്പോൾ ഇത് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് അടക്കം കൂട്ടിയിട്ടാണ് ഇത്രയും മാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, യെസ്, ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അവിടെ റൈറ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരെന്താടാ? ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അതിന് ആൻസർ ചെയ്താൽ നിങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് കമൻറ്റ് ചെയ്യട്ടോ. റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ജോഗ്രഫി ഓഫ് മെസപ്പൊട്ടോമിയാണ്. രണ്ടാമത്തെ എന്താണ്? അവരുടെ സിഗ്നിഫിക്കൻസ് ഓഫ് അർബനൈസേഷൻ, അവരുടെ അർബൻ സെൻറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അവരുടെ സിറ്റീസിൻ്റെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. അവിടുത്തെ ടെമ്പിൾസിൻ്റെ പെക്യുലാരിറ്റീസ് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാടാ? നിങ്ങൾ കമൻറ്റ് ചെയ്ത പോലെ തന്നെ ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ, അതായത് ക്യൂനിഫോം ആണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാടാ? മാരി, അവരുടെ പ്രധാനപ്പെട്ട സിറ്റി ആയിട്ടുള്ള മാരിയാണ്. അടുത്തേതാണ്? കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയ. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സിലെ ഏത് എംപയറിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് കമൻറ്റ് ചെയ്തേ. എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സിലെ 3 വൻകരകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന സാമ്രാജ്യം, അത് ഏതാണ്? ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയുന്നവരുണ്ടെങ്കിൽ വരെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് കേട്ടോ. അത് ഫസ്റ്റ് നമുക്ക് 2 മാർക്കിന് ചോദിക്കുന്നതാണ് എന്ത്? പ്രിൻസിപ്പേറ്റ്. പിന്നെ എന്ത് ചെയ്യും? ലേറ്റ് എംപയർ അഥവാ ലേറ്റ് ആൻറ്റിക്വിറ്റിയെ കുറിച്ച് ചോദിക്കും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ത്? റോമിലെ സോഷ്യൽ ഹൈറാർക്കീസ്, സാമൂഹിക ക്രമങ്ങൾ, 4 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ റോമിലെ ലാംഗ്വേജസ്, ഭാഷകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. റോമിലെ ഫാമിലി സിസ്റ്റം, റോമിലെ കുടുംബ വ്യവസ്ഥയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. റോമിലെ സ്ലേവറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്കണോമിക് എക്സ്പാൻഷൻ, സാമ്പത്തിക വികസന പ്രവർത്തനങ്ങൾ, അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, കൃഷിയും അതേപോലെ സാങ്കേതിക വിദ്യയും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ത്? 3rd സെഞ്ച്വറി ക്രൈസിസ് അഥവാ 3ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. ഒരുപാട് തവണ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എക്സാമിന് ചോദിക്കുക കോൺസ്റ്റന്റൈനും ഡയോക്ലീഷ്യനും കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിക്കണേ, കോൺസ്റ്റന്റൈനും ഡയോക്ലീഷ്യനും കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളും എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. പിന്നെ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ഉള്ള ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഒന്ന് ഓസ്ട്രോപിഥെക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം, ഹോമിനിഡ്സും ഹോമിനോയിഡ്സും തമ്മിലുള്ള വ്യത്യാസം, ഫുഡ് കളക്ഷൻ, ആദ്യകാല മനുഷ്യരുടെ ഭക്ഷണ രീതി, ടൂൾസ്, അവരുടെ ഉപകരണങ്ങൾ, ലാംഗ്വേജസ്, അവരുടെ ഭാഷ, ഷെൽട്ടേഴ്സ്, അവരുടെ വാസസ്ഥലങ്ങൾ, ആർട്ട്, അവരുടെ കല, ഇതിനെക്കുറിച്ചൊക്കെ എസ്സേ 6 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പിന്നെ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും റീപ്ലേസ്മെൻറ്റ് മോഡലും, പ്രാദേശിക തുടർച്ചാ മാതൃകയും പകരം വെക്കൽ മാതൃകയും, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ ആൻസർ പറയുമോ? ഏതാടാ? ഇൻ വിച്ച് കൺട്രി ദ അൽത്താമിറ കേവ്സ് ആർ സിറ്റുവേറ്റഡ്? അൽത്താമിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് പറയുന്ന ഓരോ ക്വസ്റ്റ്യനും ഈ ചാപ്റ്റേഴ്സിനൊക്കെ ചോദിച്ചിട്ടുള്ള 1 വേർഡുകളാണ്. ഇനി കൾച്ചറൽ ഫോർമേഷൻ ഇൻ ദി മിഡിൽ ഏജസ് എന്നുള്ള 4ാമത്തെ ചാപ്റ്ററിൽ ഹിജ്റ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഉമയ്യിഡ്സ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഉമയ്യിഡിലെ പ്രധാനപ്പെട്ട റൂളർ ആയിട്ടുള്ള അബ്ദുൽ മലിക്കിനെ കുറിച്ച് 2 മാർക്കിന് ചോദിക്കും. അതുമാത്രമല്ല അബ്ബാസി റെവല്യൂഷൻ, അബ്ബാസി വിപ്ലവത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഡിക്ലൈൻ ഓഫ് അബ്ബാസിഡ്സിൻ്റെ തകർച്ചകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അടുത്ത ക്രൂസൈഡ്സ് കോസസ് ആൻഡ് റിസൾട്ട്, കുരിശുദ്ധങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതേപോലെ ഇസ്ലാമിൻ്റെ കോൺട്രിബ്യൂഷൻ, ഒരുപാട് ബുക്കുകളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ ബുക്കുകളുടെ പേരൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് അബ്ബാസിഡ്സ്? അബ്ബാസിഡുകളുടെ തലസ്ഥാനം ഏതാ? ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ 2nd പാർട്ട് നമ്മൾ
അരാവാക്കിയൻ ലുക്കായസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ആസ്റ്റെക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മായൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഇൻകാസ് ഓഫ് പെറു. അപ്പോൾ ഈ ഓരോ സിവിലൈസേഷൻ്റെയും പ്രത്യേകതകൾ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ആസ്റ്റെക് കേട്ടോ. ആസ്റ്റെക് വളരെ വളരെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒന്നാണ്. ആസ്റ്റെക്കിൻ്റെ എഡ്യൂക്കേഷൻ, ആസ്റ്റെക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. വിച്ച് ഈസ് ദ ആസ്റ്റെക് നോബിൾ സ്കൂൾ? ആസ്റ്റെക്കിൻ്റെ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ പേരെന്താണ്? അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അടുത്തത് നൊമാഡിക് എംപയർ ആണ്. നൊമാഡിക് എംപയറിൽ ഈ ചെങ്കിസ് ഖാൻ്റെ കൊറിയർ സിസ്റ്റത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അവിടെ ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള യാസയെ കുറിച്ച് ചോദിക്കാറുണ്ട്. സോഷ്യൽ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെങ്കിസ് ഖാൻ്റെ കാലഘട്ടത്തിലെ മംഗോളിയയിലെ സാമൂഹിക ജീവിതം എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. അവരുടെ ആർമിയെ കുറിച്ച് ചോദിക്കാറുണ്ട്. കുറുൽത്തായിൽ നമുക്കറിയാം എന്താണ് കുറുൽത്തായ് എന്നല്ലേ. അപ്പോൾ കുറുൽത്തായെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്ററിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത് കുറുൽത്തായ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അടുത്ത 3 ഓർഡേഴ്സ് ഉള്ള 6ാമത്തെ ചാപ്റ്ററിൽ ഫ്യൂഡലിസം എന്താണെന്ന് ചോദിക്കും. 3 ഓർഡർ ഉണ്ടല്ലോ. ഫസ്റ്റ് 3 ക്രമങ്ങളുണ്ട്. 1ാമത്തെ ക്രമമായിട്ടുള്ള പ്രീസ്റ്റ് അഥവാ പുരോഹിതന്മാരെ കുറിച്ച് ചോദിക്കും. സെക്കൻഡ് ഓർഡർ 2ാമത്തെ ക്രമമായിട്ടുള്ള പ്രഭുക്കന്മാരെ കുറിച്ച് ചോദിക്കും. 3rd ഓർഡർ 3ാമത്തെ ക്രമമായിട്ടുള്ള കർഷകരെ കുറിച്ചും ചോദിക്കും. അവിടുത്തെ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. 4th ഓർഡറും 14th സെഞ്ചുറി ക്രൈസിസും 4ാമത്തെ ക്രമവും 14ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയും എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടുത്തത് 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷനിൽ ഹ്യൂമാനിസം, മാനവികതയെക്കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. റിവൈവൽ ഓഫ് ഇറ്റാലിയൻ സിറ്റീസിൽ അവിടുത്തെ ഇറ്റാലിയൻ നഗരങ്ങളുടെ പുനരുദ്ധീകരണം ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമനിസം, മാനവികതയും സർവകലാശാലകളും. പിന്നെ അവിടെ ആർക്കിടെക്ചർ ചോദിക്കും. അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ ചോദിക്കും. കോപ്പർനിക്കൻ റെവല്യൂഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ സയൻറ്റിഫിക് റെവല്യൂഷൻ, അതേപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ, പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തെ കുറിച്ചിട്ടൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇതിനൊക്കെ കണ്ടന്റ് നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ 2-3 ചാപ്റ്റേഴ്സിന് ലൈവ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റാക്കുക, റെഡിയാക്കുക, ഓക്കെ ആക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം മക്കളെ. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നതിലേക്ക് ബായ് പറഞ്ഞ് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിർബന്ധമായും ജോയിൻ ചെയ്യുക. കാരണം ഓരോ ലൈവിന് ശേഷമുള്ള നോട്ടുകൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നിർബന്ധമായിട്ടും ആ നോട്ടുകൾ എന്ത് ചെയ്യുക? നോക്കി പഠിക്കുക, സെറ്റാക്കുക, റെഡിയാക്കുക, ഓക്കെ ആക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ.